കിടത്താം കണ്ടില്ലേ. അതുകൊണ്ട് വലിയ മാരക രോഗങ്ങളുണ്ടാവും, ഇൻഫെക്ഷൻപരമായും എല്ലാവർക്കും ബാധിക്കുന്നത്. ഇതിനൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. പിന്നെ സാധാരണക്കാരന് ഇവിടെ ഒരു വാടക കിട്ടണ വമ്പർ റേറ്റ് ആണ്. വലിയ പൈസ ഉള്ളവർക്ക് പ്രശ്നമില്ല, അല്ലാത്തവർക്ക് ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ നമ്മൾ സർക്കാരൊക്കെ നല്ലവർക്ക് കാണുന്നത്. എവിടെയാണ് നിങ്ങൾ കിടന്നുറങ്ങുന്നത്? ഞങ്ങൾ അവിടെ ആ ഷെഡില് ഈ ഷെഡിന്റെ അടുത്ത് കിടന്നുറങ്ങിയപ്പോ നായക്കളൊക്കെ ഞങ്ങളപ്പോ ഒന്നും അറിയാൻ പറ്റൂല. ഒരു 100 രൂപ പോലും ദിവസം കൊടുക്കാൻ പറ്റാത്ത ആൾക്കാരാണ് അവിടെ കിടക്കുന്നത്. ഏതെങ്കിലും ഒരു ദിവസത്തേക്കാണ് നമുക്കൊരു 100 രൂപ 150 രൂപ നമുക്ക് താങ്ങാനാവുന്നതാണ്. ഇതിപ്പോൾ 1 മാസം 2 മാസം 6 മാസം 2 വർഷമായ ആൾക്കാർ വരെ ഇവിടെ ഉണ്ട്, വൈഫിന് സുഖമില്ലാട്ട്. അപ്പോൾ പകരം സംവിധാനം ഗവൺമെന്റ് എത്രയും വേഗം ഒരുക്കണം എന്നതിന്റെ വിനീതമായ അപേക്ഷയാണ്. ഒരു പ്രതിഷേധ പ്രകടനം ഒന്നുമല്ല, എങ്ങനെങ്കിലും ഒരു സംവിധാനം ഒരുക്കിയിട്ട് പാവങ്ങൾ ഇവിടെ സഹായിക്കണം. ആരോഗ്യം നമ്മൾ സംരക്ഷിച്ചില്ല, മനുഷ്യന് സാമ്പത്തികം ഉണ്ടായിട്ട് കാര്യമുള്ളൂ. ആരോഗ്യം ഇല്ലെങ്കിൽ എന്തിനാ? സാമ്പത്തിക മക്കളല്ല, ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം. അതില്ലെങ്കിൽ പിന്നെ അതുണ്ടെങ്കിൽ നമുക്ക് എന്ത് നേടിക്കാൻ കഴിയുള്ളൂ. മറ്റേ നമ്മൾ രോഗത്തിലാവും എന്നും. തീർച്ചയായും ഈ ജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധം തന്നെയാണ് സർക്കാരിന്റെ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിനെതിരെ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജ് സാധാരണക്കാരായ ആളുകളും മലപ്പുറം, വയനാട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെല്ലാം തന്നെ എത്തിച്ചേരുന്ന ഒരു ഇടം തന്നെയാണ് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിന്റെ മുൻപിലാണ്. ഈ മുൻപിലുള്ള കാഴ്ചയും അതോടൊപ്പം തന്നെ നാട്ടുകാരുടെ ജനങ്ങളുടെ പ്രതിഷേധമാണ്. അതും ഇവിടെ രോഗികളായി വന്നിരിക്കുന്ന ആളുകൾക്ക് കൂട്ടിരിപ്പുകാരായ ആളുകളുടെ ദുരവസ്ഥയാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇവിടെ കിടന്നുറങ്ങാൻ നമുക്കറിയാം, ഈ നേരത്തെ ഇവർ ഉന്നയിച്ച ഡോർമിറ്ററി തണൽ ഈ ഒരു ആരോഗ്യ വികസന സമിതിയുടെ സർക്കാരിന്റെ തന്നെ ഒരു പദ്ധതിയാണ് തണൽ. അതും ഈ വരുന്ന പാവപ്പെട്ട ആളുകൾക്ക് ഇത്തരത്തിൽ കുറഞ്ഞ ചെലവിൽ ഇവിടെ താമസ സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് ഈ തണൽ ഡോർമിറ്ററി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസം 100 രൂപ ഈ BPL കാർഡിന് 100 രൂപ എന്നുള്ളത് പിന്നീട് അത് 150 രൂപയാക്കി വർദ്ധിപ്പിക്കുകയും പിന്നീട് ഈ ഒരു സംഭവം വലിയ വിവാദത്തിലേക്ക് കടന്ന സാഹചര്യത്തിലാണ് പിന്നീട് അത് 100 രൂപയാക്കി കുറയ്ക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് താൽക്കാലികമായി മാത്രമാണ് ഈ ഒരു വില കുറച്ചിട്ടുള്ളത് എന്നു തുപ്പിയാണ്ട് ബാത്റൂമിന്റെ അവിടെ തുപ്പി നമ്മളെ സർക്കാരിന് മാത്രം കുറ്റം വരല്ല. ഞാൻ ഏത് സർക്കാരിന് നമുക്ക് ഓരോ ആദർശം ഉണ്ടാവുമല്ലോ. ഒരു സർക്കാരിനെ നമ്മൾ എതിർത്ത് പറഞ്ഞില്ല. പക്ഷേ ബാത്റൂമിന്റെ അവിടെ വന്ന് നോക്കിയാൽ നമ്മളെ മനുഷ്യന്മാരെന്നെ തുപ്പുക എരപ്പാക്കിയിട്ടുണ്ടാവും. ആദ്യം നമുക്കും കുറച്ച് വൃത്തി വേണം, അതില്ല ഞാൻ അതിലേറെ ദോഷമല്ലേ. എന്നൊരു സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഏത് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് ആയാലും ഒക്കെ നമ്മൾ എന്താ ചെയ്യുക, ആദ്യം നമ്മളും കുറച്ച് വൃത്തി വേണം. അമ്മട്ടാടെ വൃത്തിയായിട്ട് തുപ്പി അരപ്പാക്കിയാണ്ട് അത് അതിലേറെ. നമുക്ക് ബാത്റൂമിൽ പോകാൻ പറ്റൂല, അപ്പിട്ടുണ്ടെങ്കിൽ വെള്ളം കൂടി വയ്ക്കൂല. അങ്ങനത്തെ മനുഷ്യന്മാരുണ്ട്. ആലോചിക്കണേ, നമ്മളെല്ലാവരും ജനങ്ങൾ നല്ല ആൾക്കാർ ഒരുപാടുണ്ട്. അതിൽ 2-3 ഉണ്ടാവും മോശം. അത്രയും വൃത്തികെട്ട കഥയാണ് ആ ബാത്റൂമിലൂടെ പോയി കാണാൻ വീഡിയോ എടുത്ത് പോയി. തീർച്ചയായും വ്യക്തി ശുചിത്വം പാലിക്കണം എന്നുള്ളൊരു സന്ദേശം കൂടി ഇദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്തുന്നതിന് മുൻപ് ആദ്യം സ്വയം വ്യക്തിപരമായി വ്യക്തി ശുചിത്വം ഉണ്ടാവേണ്ടവരാണ് എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യം കൂടിയാണ്, ഒരു മെസ്സേജും കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ പറയുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ആശുപത്രിയുടെ ഫ്രണ്ട് മുൻഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ താമസിക്കുന്ന ഏകദേശം 1 മാസത്തോളം 2 മാസത്തോളം നിൽക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ പ്രസവാനന്തര ചികിത്സയ്ക്ക് വേണ്ടി എത്തിയിട്ടുള്ള ആളുകളാണ് ഇവിടെ കിടക്കുന്നത്. കാരണം ഇവർക്ക് 100 രൂപ നേരത്തെ പറഞ്ഞ ആ ഒരു തണൽ ഡോർമെട്രിയുടെ എന്തായിരുന്നു BPL ആനുകൂല്യമാണ് എടുത്തു കളയുന്നത്. അവർ ഒരു BPLകാർക്കുള്ള ആനുകൂല്യമാണ് അവർ ഇതുവഴി എടുത്തു കളയുന്നത്. അപ്പോൾ BPLകാർ തന്നെ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ആൾക്കാരാണല്ലോ. എന്തിനാണ് ഇവരിങ്ങനെ ആനുകൂല്യം കാര്യങ്ങളൊക്കെ എടുത്തു കളയുന്നത്? അതെൻ്റെ ഒരു ചോദ്യമാണ്. കാരുണ്യം പോലുള്ള എന്തെങ്കിലും ഇത് കിട്ടിയിട്ടുണ്ടോ ഇവിടുന്ന്? എങ്ങനെയാ മനസ്സിലായില്ല. ഇൻഷുറൻസ് ഉണ്ട്, പക്ഷേ ഇൻഷുറൻസിലുണ്ടെങ്കിലും കുറേ മരുന്നുകളും ടെസ്റ്റുകളൊക്കെ നമ്മൾ പുറത്ത് പോയിട്ട് എടുക്കുന്നുണ്ട്. അത് നമുക്ക് റീഫണ്ടബിൾ അല്ല. അതുകൂടി എനിക്ക് ഈ കാര്യത്തിൽ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ അഡ്മിറ്റ് ആയതിനു ശേഷം 1, 2, 3 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് ഇവിടെ ഇൻഷുറൻസ് രജിസ്റ്റർ ആവുന്നത്. രജിസ്റ്റർ ആയതിനു ശേഷമാണ് നമുക്ക് ഇൻഷുറൻസ് കവറേജ് കിട്ടുള്ളൂ. അതിന് തന്നെ 100 നൂലാമലാണ്. ആദ്യം ഒരു സ്ഥലത്ത് പോയിട്ട് സൈൻ ചെയ്യണം, പിന്നെ വേറെ സ്ഥലത്ത് പോയിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുക്കണം, നമ്മൾ പുറത്ത് പോയിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുക്കണം, എന്നിട്ട് വീണ്ടും അവിടെ പോയിട്ട് കൊടുക്കണം. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ സിസ്റ്റം വരുന്നത്. അഥവാ ഏതെങ്കിലും ഒരു മരുന്നോ കാര്യങ്ങളോ ടെസ്റ്റുകളോ ഇവിടെ ഇല്ലെങ്കിൽ അത് നമ്മൾ പുറത്ത് പോയി ചെയ്യണം. അത് റീഇംബേഴ്സ്മെന്റ് എന്ന കാര്യങ്ങളില്ല. ഈ ഹോസ്പിറ്റലിൽ റീഇംബേഴ്സ്മെന്റ് ഇല്ല എന്ന് പറയുന്നത് മറ്റുള്ള ഹോസ്പിറ്റൽ ഉണ്ടോ ഇല്ലെന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും അത് റീഇംബേഴ്സ്മെന്റിൽ കൂടി കൊണ്ടുവരണം. എന്ന് വെച്ചാൽ 2000-3000 രൂപയുടെ ടെസ്റ്റൊക്കെയാണ് പുറത്തേക്കാണ് വരുന്നത്. അപ്പോൾ അതുകൂടി റീഇംബേഴ്സ്മെന്റിൽ ഉൾപ്പെടുത്തിയിട്ട് എന്തിനാ പിന്നെ ഇൻഷുറൻസ്? ഒന്നാമത് ഏകദേശം എത്ര രൂപ ചെലവായി കാണും ഈ ഒരു ഇൻഷുറൻസ് ലഭിച്ചിട്ടും വീണ്ടും പൈസ മുടക്കിയെന്നാണല്ലോ പറയുന്നത്? ഏകദേശം എത്ര രൂപ ചെലവായിട്ടുണ്ട്? ഏകദേശം ഒരു 4500 രൂപയാണ് എനിക്ക് ചെലവായത്. പക്ഷേ എനിക്ക് പൈസ ഇല്ലാണ്ടാണ് ഞാൻ ഇവിടെ വന്ന് കാണിക്കാൻ വേണ്ടി വന്നിട്ടാണ് പെട്ടെന്ന് ഇവിടെ അഡ്മിറ്റ് ആവുന്നത്. അപ്പോൾ ഒരു പൈസ കണക്കാക്കുക അങ്ങനത്തൊന്നും ആയിട്ടില്ല. അത്രയും കടം വാങ്ങിയിട്ടാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും വീണ്ടും പൈസ കൂട്ടുക, ഇനിയും വീണ്ടും അവർ പുറത്തേക്കൊക്കെ ആയിട്ട് ഞാൻ ആപ്പിലായി പോകും. അതിൻ്റെ അവസ്ഥയാണതാണ്.
തീർച്ചയായും ഈ കാരുണ്യ ഇൻഷുറൻസിനെതിരെ നേരത്തെയും വലിയൊരു ആരോപണം ഉയർന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇൻഷുറൻസ് തുക ലഭിച്ചിട്ടും പുറത്തു നിന്നും ഉപകരണങ്ങളും അതുപോലെ തന്നെ മരുന്നുകളും വാങ്ങിക്കേണ്ട ഒരു അവസ്ഥ. ഏകദേശം 1 ലക്ഷം രൂപയോളം ചെലവാക്കിക്കൊണ്ട് ചികിത്സ നടത്തേണ്ടി വരുന്നു. അതും സർക്കാർ ആശുപത്രികളിൽ 1 ലക്ഷം രൂപയോളം ചെലവാക്കിക്കൊണ്ട് ഇവിടെ ഓപ്പറേഷനും അതുപോലെ മറ്റ് മരുന്നുകളെല്ലാം വാങ്ങിക്കേണ്ട ഒരു സ്ഥിതിയെല്ലാം വന്നിട്ടുണ്ട് എന്നുള്ളത് നേരത്തെയും രോഗികൾ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് തന്നെയാണ് ഇപ്പോഴും വീണ്ടും ആവർത്തിക്കുന്നത്. അതായത് ഇൻഷുറൻസ് ലഭിച്ചിട്ട് പോലും ഈ പണം വീണ്ടും പുറത്തുപോയി പണം അടയ്ക്കേണ്ട അവസ്ഥ തന്നെയാണ്. അതായത് സ്വകാര്യ ആശുപത്രിക്ക് സമാനമായ രീതിയിൽ തന്നെയാണ് സർക്കാർ ആശുപത്രി ഇപ്പോഴും നിലകൊള്ളുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. രാഹുലേട്ട, ഇപ്പോഴും ആളുകൾ ഈ ഒരു ക്യൂ നിൽക്കുകയാണ് ബില്ലടയ്ക്കാനും അതോടൊപ്പം തന്നെ ഈ ഇവർക്ക് കിടക്കാൻ ഇവിടെ നമുക്കൊന്ന് ഇരിക്കാനോ കിടക്കാനോ പറ്റാത്തൊരവസ്ഥയാണ്. മഴ പെയ്ത് ചോർന്നിട്ടുണ്ടോ? ആ ഷീറ്റ് നമുക്കൊന്ന് ക്യാമറ പിടിച്ച് നോക്കി. ആ ഷീറ്റ് ഫുള്ള് ചോർച്ചയാണ്. ഇത്രയും വലിയൊരു ഹോസ്പിറ്റലിൽ ആളുകൾക്ക് ഇരിക്കാനും വിശ്രമിക്കാനും കിടക്കാനും പറ്റിയ സ്ഥലമാണിത്. അതാണ് ഇത്രയും ചോർന്ന് വലിക്കുന്നത്. അതുകൂടി ഒന്ന് പറയണം. ഞാൻ ഇന്ന് വന്നതാണ്. അപ്പം ഇന്ന് വരുമ്പോൾ തന്നെ നമുക്ക് കിടക്കാൻ പറ്റിയ സ്ഥലമാണ് നമ്മൾ നോക്കുക. രാത്രി ഇവിടെ നിൽക്കാൻ നോക്കുമ്പോൾ ഇന്നാണ് നമ്മളിങ്ങനെ കാണുന്നത്. എന്നാണ് ഡിസ്ചാർജ് പറയുന്നത്? അല്ല, ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളൂ. അപ്പം നമുക്ക് ഒരാഴ്ച എന്തായാലും ഇവിടെ നിൽക്കേണ്ടി വരും. അപ്പോൾ ഒരാഴ്ച നമ്മൾ ലേഡീസിൻ്റെ വാർഡിൽ നമുക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ ഒരാഴ്ച നമ്മൾ ഇതിൽ നിൽക്കണം. രാത്രി നമുക്ക് റൂം എടുക്കാനും കഴിയില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥയും കൂടി ഇങ്ങനെയാണെന്നുള്ളത് പറയാം. ഓക്കെ. തീർച്ചയായും സാധാരണക്കാരുടെ ആശങ്കയും അതുപോലെ തന്നെ അവരുടെ ഒരു സങ്കടവും കാണാതിരിക്കാതെ പറ്റില്ല. കാരണം നിരവധി തവണ ഇക്കാര്യങ്ങളെല്ലാം ആരോഗ്യ വകുപ്പിനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും വലിയൊരു അനാസ്ഥ തന്നെയാണ് ഈ കാണുന്നത് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് തന്നെയാണ്. കാരണം ഈ ഒരു ഷീറ്റിന്റെ താഴെ നിരവധി ആളുകൾ ഇപ്പോഴും കിടക്കുന്നത് നമുക്ക് കാണാം. ഇവരെല്ലാം തന്നെ ഇവിടെ കഴിഞ്ഞ ഒരാഴ്ച നിൽക്കുന്നവരും അതോടൊപ്പം തന്നെ ഇന്ന് എത്തിയവരടക്കം ഈ ഒരു ഭാഗത്ത് ഇപ്പോഴുണ്ട്. നമുക്കറിയാം ഈ സർക്കാർ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് സൗകര്യങ്ങളൊന്നും തന്നെ ഒരു രോഗിയുടെ കൂടെ ഒരു കൂട്ടിരിപ്പുകാർ എന്നുള്ള നിലയ്ക്കാണ് ഉള്ളത്. നേരത്തെ ഈ രോഗികൾക്കൊപ്പം നിരവധി ആളുകൾ, അതായത് കൂട്ടിരിപ്പുകാർ 1, 2, 3 കൂട്ടിരിപ്പുകാർ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ പിന്നീട് ഫീസ് 50 രൂപയാക്കി വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും പിന്നീട് വിവിധ പ്രതിപക്ഷാംഗങ്ങളുടെ, അതായത് വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ അടക്കം പ്രതിഷേധം വന്ന ഒരു സാഹചര്യത്തിലാണ് പിന്നീട് ഈ 50 രൂപ എന്നുള്ളത് കുറയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ചേട്ടാ, ഇവിടെ കാണിക്കാവുന്നതാണോ? പറയുന്നത് ഇവിടെ കിടക്കാൻ സ്ഥലവും ഇല്ല, നിലവിൽ ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞൊരു അവസ്ഥയാണ്. അത് കണ്ടാലറിയാലോ. ഒന്നായിട്ട് ഇവിടെ മഴക്കാലം വന്ന് മഴ ആയാലും ഇവിടെ നിൽക്കാൻ പോലും സൗകര്യമില്ലാത്തൊരവസ്ഥയാണ്. വേറെ കുഴപ്പങ്ങളൊന്നും പറയാനില്ല. മരുന്ന് വാങ്ങിക്കുന്ന ഭാഗത്ത് കുഴപ്പമില്ല. ഇവിടെ ഈ ഇൻഷുറൻസ് റെഡിയാക്കുന്നിടത്തും അതേമാതിരി തന്നെ ബില്ലിങ് ചെയ്യുന്നിടത്തൊക്കെ വളരെ പ്രയാസം. നീണ്ട സമയം ക്യൂ നിൽക്കേണ്ട ഒരവസ്ഥ വരുന്നുണ്ട്. അങ്ങനെ തന്നെ വേറെ കുഴപ്പം. ടെസ്റ്റ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് ഫലം ലഭിക്കുന്നുണ്ടോ? അത് അവർ 1 മണിക്കൂർ 1/2 മണിക്കൂറാണ് പറയുന്നത്. അതേ സമയം ഏറെക്കുറെയൊക്കെ എനിക്ക് അങ്ങനത്തെ പ്രയാസങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. തീർച്ചയായും നേരത്തെ ഈ ടെസ്റ്റ് നടത്തി രക്തം അതുപോലെ തന്നെ മറ്റ് പരിശോധനകളെല്ലാം നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിരവധി സമയം ക്യൂ നിന്ന് വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അതോടൊപ്പം തന്നെ 1 മണിക്കൂർ എന്ന് പറഞ്ഞ് ഒരു ദിവസം പോലും വെയിറ്റ് ചെയ്ത സമയമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഒരു രോഗികളുടെ പ്രതിഷേധം, അതുപോലെ രോഗികൾ ആരോപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഈ ഒരു ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഉള്ളത് കുട്ടികളുടെയും അമ്മയുടെയും ഒരു ആശുപത്രിയുടെ കെട്ടിടത്തിലാണ്. ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം ഈ ടെസ്റ്റുകളെല്ലാം തന്നെ കുറഞ്ഞ സമയം കൊണ്ട് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ എങ്കിൽ പോലും ഇവിടുത്തെ ഒരു ആശങ്ക എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കിടക്കാനും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലെ ബാത്റൂമിന്റെ സൗകര്യമാണെങ്കിലും അല്ലെങ്കിൽ ഈ കൂട്ടിരിപ്പുകാർക്ക് ഒപ്പം നിൽക്കുന്ന നേരത്തെ ഒരു അമ്മ തന്നെ പ്രതികരിക്കുകയുണ്ടായി. മകൾക്കൊപ്പം ഒരാൾ മാത്രമാണ് ഉള്ളത്, കുഞ്ഞിനെയും നോക്കണം അമ്മയെയും നോക്കണം, പക്ഷേ അതിന് വേണ്ടുന്ന സംവിധാനമില്ല, അല്ലെങ്കിൽ അതിന് സെക്യൂരിറ്റി എവിടെയുള്ള മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥർ കടത്തിവിടുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് പദ്ധതി കൃത്യമായി ലഭിക്കുന്നില്ല എന്നുള്ളൊരു ആരോപണം നേരത്തെ തന്നെ ഉയരുകയും അത് ആരോഗ്യ വകുപ്പിലടക്കം കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയായിട്ടും അതിന് കൃത്യമായ ഒരു മറുപടി ലഭിക്കാനോ അല്ലെങ്കിൽ കൃത്യമായി അതിനൊരു തീരുമാനമുണ്ടാക്കാനോ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും നീക്കമുണ്ടായില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് ബീച്ച് ആശുപത്രിയുടെ അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ സമാനമായ രീതി തന്നെയാണ് ഗവൺമെന്റ് ബീച്ച് ആശുപത്രിയിലും ഉള്ളത്. നമ്മൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്തൊരു കാര്യമുണ്ട്. ബീച്ച് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം നിരവധി അമ്മയും കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ സ്ത്രീകളടക്കമുള്ള ആളുകൾ വന്നു പോകുന്ന ഒരു ആശുപത്രിയാണ്. ഈ ആശുപത്രിയുടെ സമീപ
സമീപത്താണ് വലിയൊരു ലഹരി കേന്ദ്രം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയായിട്ടും ആ ഒരു ആശുപത്രിക്കെതിരെ നടപടിയെടുക്കാനോ ഈ ഒരു ആളുകൾക്കെതിരെ നടപടിയെടുക്കാനോ അല്ലെങ്കിൽ ഇതിനെതിരെ പ്രവർത്തിക്കാൻ പോലും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും കൃത്യമായൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഈ ബീച്ച് ആശുപത്രിയുടെ ഈ സർജിക്കൽ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സർജിക്കൽ ഭാഗത്തും സമാനമായ രീതിയിൽ ചോർന്നൊലിക്കലും അതുപോലെ തന്നെ ഈ സിറിഞ്ചുകളും അതുപോലെ തന്നെ കോട്ടൺ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ബീച്ച് ആശുപത്രിയുടെ പല ഭാഗങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് വസ്തുതപരമായ ഒരു കാര്യം. ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേരത്തെയും നിരവധി ആളുകൾ അവിടേക്ക് വരുന്ന രോഗികളടക്കം വലിയ രീതിയിലൊരു പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ ഈ സർക്കാർ ആശുപത്രിയുടെ ഈ ഒരു കാര്യങ്ങൾ, അതായത് വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ സർക്കാർ ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത് ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദീപ്തി, ഈ ഒരു കൂട്ടിരിപ്പുകാരുടെയും രോഗികളുടെ അടക്കം നിസ്സഹായാവസ്ഥയാണ് അവർ ഇപ്പോൾ നമ്മളോടൊപ്പം പങ്കുവെച്ചത്. അതുപോലെ തന്നെ അഭിന, ഈ ഒരു കോഴിക്കോട് കോട്ടപ്പറമ്പ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയുടെ ചുറ്റുമതിലും അപകടാവസ്ഥയിലാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ആശുപത്രിയുടെ ചുറ്റുമതിലിനോട് ചേർന്ന് സ്വകാര്യ വ്യക്തി മണ്ണെടുത്തതാണ് മതിൽ ഇടിഞ്ഞു വീഴാൻ കാരണമായത് എന്നടക്കമുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത്തരത്തിൽ ഈ ഒരു സാധാരണക്കാരടക്കമുള്ളവർ ആശ്രയിക്കുന്ന ആശുപത്രികളിലാണ് ഇപ്പോൾ നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം വരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരു സ്ത്രീക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ മറ്റൊരു അപകടത്തിലേക്ക് വഴിവെക്കാതെ തന്നെ കൂടുതൽ നടപടിയിലേക്ക് അധികൃതർ കടക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, തീർച്ചയായും ഈ ഒരു അപകടം അല്ലെങ്കിൽ ഈ ഒരു ചോര കൊണ്ട് എഴുതിയതിനു ശേഷം മാത്രമായിരിക്കരുത് ഇത്തരത്തിലൊരു നടപടി എടുക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് നിഷ്പക്ഷമായി പറയാനുള്ളത്. കാരണം ഈ സർക്കാർ, അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മാത്രമല്ല നേരത്തെയും ബീച്ച് ആശുപത്രിക്കെതിരെയും ഇത്തരത്തിൽ വലിയൊരു ആരോപണം ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് പ്രതിപക്ഷാംഗങ്ങൾ, നേരത്തെ BJP ആവട്ടെ കോൺഗ്രസ് ആവട്ടെ, ഇത്തരം രാഷ്ട്രീയ സംഘടനകൾ അടക്കം നേരത്തെയും ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആരോഗ്യ വകുപ്പിന്റെ മെല്ലപ്പോക്ക് തന്നെയാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം ക്ഷണിച്ചു വരുത്തിയത് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. നമുക്കറിയാം, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സമാനമായ രീതിയിൽ നേരത്തെയും വലിയ ചികിത്സാ പിഴവ് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ശസ്ത്രക്രിയയെ സംബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ ഈ ചികിത്സാ പിഴവുകൾ ഇവിടെ സംഭവിക്കുകയും അതോടൊപ്പം തന്നെ മരണമടക്കം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്നും വലിയൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇക്കാര്യങ്ങൾ നമുക്കറിയാം, ഹർഷിനയുടെ കേസ് അടക്കം എടുത്തു നോക്കിയാൽ, ഹർഷിനയുടെ കേസ് ആവട്ടെ അല്ലെങ്കിൽ ICU പീഡന കേസ് ആവട്ടെ, ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്നും വലിയൊരു അനാസ്ഥ തന്നെ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പോകുന്നത്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു അപകടം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം തന്നെയാണ് വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസും അതോടൊപ്പം തന്നെ BJPയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലൊരു പ്രതിഷേധം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ ടൗണിലെ നഗരത്തിൽ തന്നെ വലിയ രീതിയിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇനി വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ ജനങ്ങൾ വെറുതെ ഇരിക്കും, അല്ലെങ്കിൽ രോഗികളുടെ കൂടെ വരുന്ന ആളുകൾ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല. നമ്മൾ നേരത്തെ കണ്ടതാണ് ഇത്രയും ആളുകളുടെ പ്രതികരണം. നമ്മളാരും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും ആളുകൾ ഇവിടേക്ക് വന്ന് നമ്മളോട് പ്രതികരിക്കുമെന്നുള്ളത്. നമുക്കറിയാം, നമ്മൾ ഈ ഒരു ക്യാമറയും അല്ലെങ്കിൽ ഒരു മൈക്കും നിൽക്കുന്ന സമയത്ത് പ്രതികരിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഇവിടെ എത്തുന്ന ഓരോ ആളുകളും വന്ന് പറയുന്നത്. കാരണം ഇവിടെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടതല്ല, ഇവർ നിസ്സഹായരായിരിക്കുന്ന ഒരു സ്ഥിതിഗതികളാണ് ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇത്രയും ആളുകൾ നമുക്കറിയാം, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നുള്ള സാധാരണക്കാരായ ജനങ്ങളെല്ലാം തന്നെ ആശ്രയിക്കുന്ന ഒരു ആശുപത്രി തന്നെയാണ് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ്. വിവിധ ജില്ലകളിൽ നിന്ന് ഏകദേശം 4 ജില്ലകളിൽ നിന്നുള്ള ആളുകളടക്കം ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇതും ഈ പറയുന്ന പോലെ നമുക്കറിയാം, സർക്കാരിന്റെ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിന് ഇവിടുത്തെ ആളുകളെ വിശ്വസിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സാധാരണക്കാരായ ജനങ്ങൾ ഇവിടേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ആശുപത്രിയിലെ പ്രവർത്തനങ്ങൾ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ രോഗികളും കൂട്ടിരിപ്പുകാരും അടക്കമുള്ളവർ ഇപ്പോൾ നമ്മളോടൊപ്പം പങ്കുവെക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് കോട്ടപ്പറമ്പ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയുടെ ദുരവസ്ഥയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആശുപത്രിയുടെ ചുറ്റുമതിലിനോട് ചേർന്ന സ്വകാര്യ വ്യക്തി മണ്ണെടുത്തത് മൂലം ആശുപത്രിയുടെ ചുറ്റുമതിൽ അപകടാവസ്ഥയിലാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. അഭിന പി ചിറക്കിലാണ് വിവരങ്ങൾ നൽകിയത്.